വായന മരിക്കുകയാണെന്ന പരാതികൾക്കിടെ പുസ്തകങ്ങളെ ജീവശ്വാസമായി കാണുന്ന തിരുവാലി സ്വദേശി KG അനിൽകുമാർ ശ്രദ്ധേയനാവുകയാണ്. തന്റെ വീടും മുറ്റവും 7200-ലധികം പുസ്തകങ്ങൾ നിറഞ്ഞ ഒരു അറിവിന്റെ ലോകമാക്കി മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹം. ആരോഗ്യവകുപ്പിൽ ഹെൽത്ത് സൂപ്രണ്ടായി വിരമിച്ച അനിൽകുമാർ തിരുവാലി താഴേക്കോഴിപ്പറമ്പിലെ നീലാംബരി എന്ന വീട്ടിലാണ് പതിറ്റാണ്ടുകളായി പുസ്തകങ്ങൾ ശേഖരിച്ച് വലിയൊരു സ്വകാര്യ ലൈബ്രറി ഒരുക്കിയത്. 1988-ൽ ആരംഭിച്ച ശേഖരം വിരമിച്ച ശേഷമാണ് കൂടുതൽ വിപുലമായത്. മാതൃഭൂമിയുടെ വിവിധ പ്രസിദ്ധീകരണങ്ങൾ ആദ്യലക്കം മുതൽ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. വായനയോടുള്ള താല്പര്യം എന്ന് പറഞ്ഞാൽ അത് ജനിക്കുമ്പോഴേ എനിക്ക് കിട്ടിയൊരിതാണ്. ഒന്ന് പാരമ്പര്യവും പിന്നെ സാഹചര്യവും രണ്ടും ആ കാര്യത്തിൽ എനിക്ക് അനുകൂലമായിരുന്നു. അച്ഛൻ നന്നായിട്ട് വായിക്കുന്ന ഒരാളായിരുന്നു, അമ്മയും അതുപോലെ തന്നെ നന്നായി വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ജനിച്ചു വളർന്നപ്പോൾ സ്വാഭാവികമായിട്ടും പുസ്തകങ്ങളുടെ ഒരു സാമീപ്യം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. പുസ്തകങ്ങളും വാരികകളും ഒക്കെ ആയിട്ട് എപ്പോഴും വീട്ടിലുണ്ടല്ലോ അല്ലേ. അപ്പൊ കുട്ടിയാവണ സമയത്ത് തന്നെ ഇപ്പൊ ബാലരമ, അന്ന് ബാലരമയും അമ്പിളിയമ്മാവനും, അപ്പൊ അതൊക്കെ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. പിന്നെ മനോരമയിലാണെങ്കിൽ ബോബനും മോളിയും, അതൊക്കെ ആയിരുന്നു കുട്ടിക്കാലത്ത്. അപ്പൊ അതങ്ങനെ സ്ഥിരമായിട്ട് വായിച്ചുകൊണ്ട് വളർന്ന ഒരു ബാല്യാണ്. അപ്പോൾ അങ്ങനെ പുസ്തകങ്ങൾ അച്ഛൻ വായിക്കാറുണ്ട്, പക്ഷെ കൃത്യമായിട്ട് സൂക്ഷിച്ച് അങ്ങനെ വെക്കാറില്ല. അത് പലതും കാലഹരണപ്പെട്ടു. പിന്നെ സ്വന്തമായിട്ട് ജോലി ആയി ഏകദേശം ഒരു 21 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ജോലിക്കാരനായത്. അപ്പോൾ ആ സമയത്ത് പിന്നെ പുസ്തകങ്ങൾ ഇങ്ങനെ സ്വന്തമായിട്ട് വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യകാലങ്ങളിൽ സ്ഥിരമായിട്ട് പിന്നെ കോഴിക്കോടൊക്കെ പോകുന്ന സമയത്ത് ചില സ്കീമുകളൊക്കെ ഉണ്ട്, ഈ ബുക്ക് സ്റ്റാളുകൾ, ബുക്ക് ഇൻസ്റ്റാൾമെൻറ്റ് സ്കീം, ക്യൂബിസ് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത്തരം സ്കീമുകളിലൊക്കെ ചേർന്നിട്ട് പുസ്തകം വാങ്ങും. ഭാര്യയും വണ്ടൂർ VMC സ്കൂളിലെ മലയാളം അധ്യാപികയുമായ R. ശ്രീജ, മകൾ അനുശ്രീ, മകൻ ശ്രീകുമാർ എന്നിവരും ലൈബ്രറിയുടെ പരിപാലനത്തിൽ ഒപ്പമുണ്ട്. ഡിജിറ്റൽ യുഗത്തിലും വായനയുടെ സംസ്കാരം നിലനിർത്തുന്ന നീലാംബരി ഇന്ന് ഒരു വീട് മാത്രമല്ല, അറിവിന്റെ അക്ഷരമുറ്റമായാണ് ശ്രദ്ധേയമാകുന്നത്. ഈ ചാനൽ വണ്ടൂർ. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡിയാവാനാ? മരുപൂ പോലെ നിറമേകും MX, വെണ്ണിലാവായെന്നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.